ബഹാവുദ്ദീൻ നദ്വിയോട് കാലം കണക്ക് ചോദിക്കുമ്പോൾ കൂരിയാട് ബഹാവുദ്ദീൻ നദ്വിയെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പുറത്താക്കിയതിന്റെ രോദനങ്ങളും ആഹ്ലാദാരവങ്ങളുമാണ് സമസ്തയുടെ പ്രൊഫൈലുകളും വാർത്താ ചാനലുകളും നിറയെ. ലീഗ് വിരുദ്ധ പക്ഷ നേതാവ് വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസിയാണ് പുതിയ പ്രസിഡന്റ്. ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ ബോഡി യോഗത്തിന്റേതാണ് സുപ്രധാന തീരുമാനം. സമസ്തയിലെ ലീഗ് അനുകൂലിയാണ് കേന്ദ്ര മുഷാവറ അംഗം കൂടിയായ ബഹാവുദ്ദീൻ നദ്വി. സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് ലീഗ് അനുകൂലികളിലെ പ്രധാനിയായ നദ്വിയെ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും മാറ്റുന്നത്. സമസ്തയുടെ കീഴിലുള്ള മദ്രസ അധ്യാപകരുടെ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ. സംഘടന ഇന്ന് ജനറൽ ബോഡി വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ വെച്ചാണ് സുപ്രധാന തീരുമാനം വന്നത്. സമസ്തയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കാനിരിക്കുന്ന നിലവിലെ സമസ്തയുടെ പിളർപ്പ് എന്ന 110ാം പിളർപ്പ് ആഘോഷത്തിലേക്കുള്ള ഒരു സുപ്രധാന ചവിട്ടുപടിയാണ് ഈ പുറത്താക്കൽ. നേരത്തെ സമസ്തയുമായി ചേർന്നു നിന്ന പലരെയും ചവിട്ടി പുറത്താക്കുന്നതിനും അവരെക്കൊണ്ട് പുതിയ ജമിയത്തുൽ ഉലമകൾ തുടങ്ങിക്കാനും കാരണക്കാരനായവനാണ് ബഹാവുദ്ദീൻ നദ്വി. കാന്തപുരത്തെയും സംഘത്തെയും സമസ്തയിൽ നിന്നും പുറത്താക്കുമ്പോഴുള്ള സംഘാടനത്തിന് നേതൃത്വം നൽകി. പുറത്താക്കിയവർ പിന്നീട് സംഘടിച്ച് പെരുത്ത് വളർന്നു. ചെമ്മാട് ദാറുൽ ഹുദായിൽ തന്റെ അപ്രമാദിത്വത്തിന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ മരുമകൻ ഇസ്മായിൽ ഫൈസിയെ എടുത്തു പുറത്തിട്ടു. വ്യക്തിഹത്യകൾ നടത്തിയാണ് അക്കാലത്ത് ബഹാവുദ്ദീൻ നദ്വി അതിനെ ന്യായീകരിച്ചത്. ഫൈസിയെ പിന്താങ്ങിയതിന് ഒടുക്കം സമസ്ത 1975 മുതൽ 2005 വരെ വാഴ്ത്തിപ്പാടിയും ദാറുൽ ഹുദ വൻ സ്വീകരണം നൽകിയും ആദരിച്ചു കൊണ്ടു നടന്ന ഷെയ്ഖ് യൂസഫ് സുൽത്താൻ ഷാ ഖാദിരി എന്നിവർക്കെതിരെ കൂരമ്പുകൾ തൊടുത്തുവിടുകയും ഒടുക്കം സമസ്തയെക്കൊണ്ട് അദ്ദേഹത്തെ ആലുവ തരീക്കത്ത് എന്ന അധിക്ഷേപമുണ്ടാക്കി ഒരടിസ്ഥാനവുമില്ലാത്ത ഫത്വ പുറപ്പെടുവിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിലും മുൻപന്തിയിൽ നിന്നത് കൂരിയാട് ആയിരുന്നു. പിന്നീട് ഫൈസി ജനറൽ സെക്രട്ടറിയായി ഗൗസിയ സുന്നി ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു പുതിയ പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ആലുവയിലെ ഷെയ്ഖിനെ അധിക്ഷേപിക്കാൻ അന്ന് കൂരിയാട് എഴുന്നള്ളിച്ച വലിയ വാദം അദ്ദേഹം കിതാബോധി തഹ്സീൻ ആയിട്ടില്ലെന്നായിരുന്നു. ഉമ്മിയത്തുകൾക്കും ഷെയ്ഖാവാം, പക്ഷേ ഖാലി എന്ന് പറയുന്നത് മദ്ഹബുകളിലും സർവ്വവിജ്ഞാന ശാഖകളിലും സർട്ടിഫിക്കറ്റ് നേടിയവർക്ക് മാത്രമുള്ളതാണ്. ഖാലിക്ക് ഇൽമ് ആവശ്യമില്ലെന്ന് വാദിച്ച് സമസ്തയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേണ്ട ഗതികേടാണ് പിന്നീട് കൂരിയാടിനെ തേടിയെത്തിയത്. കൂരിയാടിനെ തേടിയെത്തിയ ദുരന്തമായിരുന്നു സമസ്തയിൽ അടുത്ത കാലത്തുണ്ടായ പിളർപ്പിലേക്ക് എത്തി നിൽക്കുന്ന സമകാലിക ഷജറ സംഭവങ്ങൾ. ഷജറകളല്ല, സമസ്തക്കാർ ഒടുവിൽ അതിനെ അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച പ്രസ്ഥാനമാക്കി മാറ്റാൻ മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ കഴുത്തിന് തന്നെ പിടിച്ചിരിക്കുന്നു.